അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. അനന്തരം ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ജോസഫിന് കർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദർശനം കൊടുത്തു. ആ ദർശന നിവൃത്തിക്ക് സ്വന്തം സഹോദരന്മാരാൽ ജോസഫ് വിൽക്കപ്പെടുകയും പല പ്രതികൂലങ്ങൾ തരണം ചെയ്ത് ഒടുവിൽ ദൈവം ജോസഫിനെ മിസ്രൈമിലെ പ്രധാനമന്ത്രിയാക്കുകയും ജോസഫ് ഭരണത്തിലായിരിക്കുമ്പോൾ തൻ്റെ സഹോദരന്മാരും കുടുംബാംഗങ്ങളും പിതാവും കനാൻ ദേശത്തിലെ കഠിനമായ ക്ഷാമം മൂലം മിസ്രൈമിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ട് ജോസഫും യാക്കോബും മക്കളും മിസ്രൈമിൽ എത്തി എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ജോസഫിനെ ദൈവം മിസ്രൈമിൽ എത്തിച്ചത് കർത്താവ് അവന് കൊടുത്തിരുന്ന ദർശനം നിവർത്തിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. സ്വന്തം അപ്പനും സഹോദരന്മാരും ജോസഫിൻ്റെ മുൻപിൽ വണങ്ങും എന്നായിരുന്നു ജോസഫിന് ദൈവം കൊടുത്ത ദർശനം. ജോസഫിനെ പൊട്ടക്കുഴിയിലിട്ടാലും മിസ്രൈമ കച്ചവടക്കാർക്ക് വിറ്റാലും പോത്തിഫേർ അവനെ വില കൊടുത്തും സ്വന്തമാക്കിയാലും രാജാവിൻ്റെ കാരാഗൃഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടാലും ജോസഫിൻ്റെ ദൈവവുമായുള്ള ബന്ധത്തെ, ദൈവസ്നേഹത്തെ തന്നെ വിച്ഛേദിക്കുവാൻ അതൊന്നും മുഖാന്തരമായില്ല. ഓരോ ഘട്ടം തരണം ചെയ്യുവാൻ ജോസഫിനോടുകൂടെ യഹോവ ഉണ്ടായിരുന്നു. ജോസഫിനെ യഹോവ സംരക്ഷണം ചെയ്യുന്നുണ്ടായിരുന്നു. തന്നെയുമെല്ലാം മാറി മാറി വന്ന പ്രതികൂലങ്ങളിൽ കൂടുതൽ അവൻ മാനിക്കപ്പെട്ടു. കാരണം അവൻ്റെ പ്രതികൂലങ്ങൾ അവൻ്റെ പാപം നിമിത്തമായിരുന്നില്ല. പിന്നെയോ ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടേണ്ടതിനും ദർശനം നിവൃത്തിയാകേണ്ടതിനും വേണ്ടിയായിരുന്നു അതെല്ലാം. യാക്കോബും മക്കളും മിസ്രൈമിൽ എത്തിയത് ജോസഫിനെ മാനിക്കുവാൻ മാത്രമല്ല, അബ്രഹാമിൻ്റെ സന്തതികൾ 400 വർഷം മിസ്രൈമിൽ അടിമകളാകും എന്നുള്ള ദൈവത്തിൻ്റെ അബ്രഹാമിനോടുള്ള പ്രവചനം നിവൃത്തിയാകേണ്ടതിനു കൂടിയായിരുന്നു. ദൈവം അബ്രഹാമിന് നൽകിയ തൻ്റെ തലമുറകൾ അടിമകളാകും എന്ന ദൈവശബ്ദം നിറവേറുവാൻ സമയമായപ്പോൾ അതുവരെ മിസ്രൈം ഭരിച്ചിരുന്ന ജോസഫിനെ നന്നായി അറിയുമായിരുന്ന രാജാവിന് പകരം ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രൈമിലുണ്ടായി. വിദേശികൾ തങ്ങളോട് യുദ്ധത്തിന് വന്നാൽ എബ്രായരായ ഇസ്രായേൽ മക്കൾ അവരോട് ചേർന്ന് മിസ്രൈമിനെതിരെ യുദ്ധം ചെയ്യുമെന്ന ഭയത്താൽ ആ രാജാവ് മിസ്രൈമിനെ ഉപയോഗിച്ച് ഇസ്രായേൽ മക്കളെ ഞെരുക്കുവാൻ തുടങ്ങി. ദൈവമൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തിയാക്കാതെ അടങ്ങിയിരിക്കുകയില്ല. എൻ്റെ വചനം പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരികയില്ല എന്ന് യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം വെറുതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലാതെ ദൈവത്തിന് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്നാണ് ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റം വരുത്തുവാൻ ഒരിക്കലും കർത്താവ് തയ്യാറാവുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനത്തിൽ നിന്നും ദൈവത്തെ പിന്തിരിപ്പിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും കഴിയും എന്നതിന് സംശയമില്ല. തൻ്റെ തലമുറയ്ക്ക് അടിമകളാകേണ്ടി വരുമെന്ന ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ അബ്രഹാം ദൈവത്തോട് കർത്താവെ അവർക്കെങ്ങനെ വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദൈവം ആ അടിമത്വം നീക്കിക്കളയുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവം നമ്മെ ചില കാര്യങ്ങൾ മുന്നറിയിക്കുന്നത് നാം കർത്താവിനോട് പ്രാർത്ഥിച്ച് പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടേണ്ടതിന് വേണ്ടിയാണ്. മക്കളില്ലാത്ത അബ്രഹാമിന് ദൈവം മക്കളെ കൊടുക്കും എന്ന ഉറപ്പും ആ മക്കൾക്ക് 400 വർഷങ്ങൾ കഴിയുമ്പോൾ ആ മക്കൾക്ക് 400 വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന വാണിംഗുമായിരുന്നു ദൈവം അബ്രഹാമിനെ അറിയിച്ചത്. മക്കളില്ലാത്ത താൻ വർഷങ്ങൾക്ക് ശേഷം നടക്കുവാൻ പോകുന്നുവെന്ന് ദൈവം പറയുന്ന അടിമത്തത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് എന്തിന് പ്രാർത്ഥിക്കണമെന്ന ചിന്തയിലാണോ പ്രാർത്ഥിക്കാതിരുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ ദൈവം പറയുന്ന കാര്യങ്ങൾ നമുക്ക് പ്രതികൂലം ആണെങ്കിൽ ഉടനെ നാം പ്രാർത്ഥിച്ചതിൽ നിന്നും രക്ഷപ്പെട്ടുകൊള്ളുക. സൊദോം ഗൊമോറ നശിപ്പിക്കുവാൻ വന്നപ്പോഴും ദൈവത്തോട് അബ്രഹാം ആ പട്ടണങ്ങൾക്ക് നാശത്തിൽ നിന്നും രക്ഷ നേടുവാനൊരു 100 വർഷമെങ്കിലും സമയം കൊടുക്കണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തൻ്റെ തീരുമാനത്തിൽ നിന്നും ദൈവം പിന്മാറും എന്നായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. ജോസഫിനറിയാത്ത രാജാവ് ഇസ്രായേൽ മക്കളെ ഞെരുക്കിയത്
അവരെയുള്ള പേടി നിമിത്തമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മിസ്രയീമ്യർ പീഡിപ്പിക്കും തോറും ഇസ്രായേൽ മക്കൾ പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യമാണ് നാം കേട്ടത്. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി എന്ന് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ കൂടി യഹോവ അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കും എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇത് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തോട് അബ്രഹാം നിലവിളിക്കണമായിരുന്നു. നിലവിളിച്ചിരുന്നെങ്കിൽ ജനിക്കുവാൻ പോകുന്ന തലമുറയെ കാത്തിരിക്കുന്ന വലിയ അനർത്ഥത്തിൽ നിന്നും യഹോവ അവരെയും ലോത്തിൻ്റെ വിടുതലിനായി സൊദോം ഗൊമോറയെയും അബ്രഹാമിൻ്റെ നിലവിളിയും മധ്യസ്ഥതയും നിമിത്തം രക്ഷിക്കുമായിരുന്നുവെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്ന അനേക വാക്യങ്ങൾ ബൈബിളിലുണ്ട്. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരുശലേമിൻ്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക. അതിൻ്റെ വീഥി സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യമാണ് നാം കേട്ടത്. ഈ വാക്യത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. അബ്രഹാം ജനിക്കുവാനിരിക്കുന്ന തൻ്റെ തലമുറകളുടെ അനർത്ഥം നീങ്ങിപ്പോകണമെന്നും സൊദോം ഗൊമോറയെ തൽക്കാലം നശിപ്പിക്കരുത് എന്നും യഹോവയോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ യഹോവ 2 കൂട്ടരുടെയും അനർത്ഥങ്ങൾ നീക്കിക്കളയുമായിരുന്നു. കാരണം ദുഷ്ടന്മാരുടെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടു തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 33-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല എന്ന് യോനാ പ്രവചനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം നമുക്ക് തരുന്ന ഉപദേശം, അബ്രഹാം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കളുടെ അടിമത്വം ദൈവം മാറ്റിക്കളയുമായിരുന്നു എന്ന് തന്നെയാണ്. ഞാൻ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ നടത്തുന്നവനാണ്. നമുക്ക് ദോഷം ഭവിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പാപങ്ങൾ നിമിത്തം ദൈവം നമ്മെ അറിയിച്ചാൽ അതിൽ നിന്നും നമ്മെയും നമ്മുടെ തലമുറകളെയും രക്ഷിക്കണമേ എന്ന് നാം നിലവിളിച്ചാൽ നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും രക്ഷ ദൈവം ഉറപ്പാക്കും എന്നത് തീർച്ചയാണ്. എന്നാൽ നമ്മുടെ പ്രവൃത്തികളാൽ നാം മാനസാന്തരപ്പെട്ടുവെന്ന് ദൈവത്തിന് ബോധ്യം വരുത്തണം. എന്തു തന്നെയായാലും തൻ്റെ തലമുറകളെക്കുറിച്ച് പറഞ്ഞിരുന്ന പ്രവചനം വർഷങ്ങൾക്ക് ശേഷം നിവൃത്തിയായി. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അവരുടെ കഠിന പീഡയാൽ കഷ്ടപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യമാണ് ഇപ്പോൾ നിവൃത്തിയായത്. ഇനി നിവൃത്തിയാകുവാനുള്ള പ്രവചനമാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്രകാരമാണ്, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിനുശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും എന്ന പ്രവചനമാണ് ഇനി നിറവേറാനുള്ളത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമുക്കതിൻ്റെ നിവൃത്തി കാണുവാൻ സാധിക്കും. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരിക്കുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29-ാം വാക്യമാണ് നാം കേട്ടത്. ഈ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കുമെന്ന പ്രവചനത്തിൻ്റെ നിവൃത്തി. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 33-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, മിസ്രയീമ്യർ ജനത്തെ നിർബന്ധിച്ച് വേഗത്തിൽ ദേശത്തു നിന്ന് അയച്ചു. തന്നെയുമല്ല, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 35-36 വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രയീമ്യരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെ മിസ്രയീമ്യർ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ മിസ്രയീമ്യരെ കൊള്ളയടിച്ചു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഈ കാര്യങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രാഹാമിനോട് പ്രവചിച്ചിരുന്നു. പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളുടെ നിവൃത്തിയാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്തിനാണ് നാം ഈ കാര്യങ്ങൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നാം അറിയുന്നതും എന്നാൽ നമ്മുടെ പല പ്രിയപ്പെട്ടവർ അറിയാത്തതുമായ ഒരു രാജാവ് ആകാശമേഘത്തിൽ വരുവാൻ അടുത്തിരിക്കുന്നു. കാലലക്ഷണങ്ങളെല്ലാം അവൻ്റെ വരവ് വിളിച്ചറിയിക്കുന്നു. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ ഭൂമിയിലെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. ജോസഫിന് അറിയാത്ത, ഇസ്രയേൽ മക്കളെ അറിയാത്ത ഒരു രാജാവും ഇസ്രയേലിൽ ഉണ്ടായതാണ് ഇസ്രയേൽ മക്കളുടെ പ്രശ്നങ്ങൾക്ക് തുടക്കം. എന്നാൽ നമ്മുടെ രാജാവും കർത്താവായ യേശു ക്രിസ്തു നമുക്കെതിരെ ഉപായം ചിന്തിക്കുന്ന രാജാവല്ല. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനായ കർത്താവായ യേശു ക്രിസ്തു. ഈ രാജാവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരും ആ രാജാവിൻ്റെ മക്കളാകുവാൻ തക്കവണ്ണം വിശ്വസ്തയോടെ നമുക്ക് ജീവിക്കാം. യേശു കർത്താവ് വീണ്ടും വരുമെന്ന പ്രവചനം നിലനിൽക്കുകയാണ്. അബ്രഹാമിനും യാക്കോബിനും ജോസഫിനും പ്രവചന ശബ്ദം കേൾപ്പിക്കുകയും ദർശനം കാണിക്കുകയും ചെയ്ത കർത്താവ് പ്രവചന ശബ്ദം നിവർത്തിക്കുകയും ദർശനം സഫലമാക്കുകയും ചെയ്തതുപോലെ അവൻ വീണ്ടും വരുമെന്ന പ്രവചനം ഒരു ദിവസം നിവൃത്തിയാകും. നാം കറയും ചുളുക്കവുമില്ലാതെ പാപം ചെയ്യാതെ ജീവിച്ചാൽ നിശ്ചയമായും അവൻ വരുമ്പോൾ നാം ആകാശ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടും. വിശുദ്ധിക്ക് വേണ്ടി നാം എന്തെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും 430 വർഷത്തെ അടിമപ്പണിയുടെ വേതനം ഒറ്റ രാത്രി കൊണ്ട് മിസ്രയീമിൽ നിന്നും മേടിച്ച് ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തവനായ കർത്താവായ യേശു ക്രിസ്തു ഒരു നിമിഷം കൊണ്ട് നമ്മുടെ നഷ്ടങ്ങളെല്ലാം ലാഭമാക്കി തീർത്തു തരും എന്നത് അവൻ്റെ ഒരു വാഗ്ദാനമാണ്. ആകയാൽ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുമ്പോൾ നാം കൈവിട്ടു പോകുവാൻ ഇടവരാതിരിക്കുവാനും ന്യായവിസ്താരത്തിൻ്റെ സമയത്ത് നമ്മെ അറിയുകയില്ല എന്ന് കർത്താവ് പറയുവാൻ ഇടവരാതിരിക്കുവാനും ജീവപുസ്തകം തുറക്കുമ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ലാതെ വന്നിട്ട് നാം ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴാതിരിക്കുവാനും ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെ വായിക്കുകയും അതിലനുസരിക്കണമെന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി എങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അവർക്ക് സ്വസ്ഥത കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. അങ്ങയുടെ വരവിനായിട്ട് ഒരുങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.